അസ്സലാമലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് കണ്ണൂർക്കാരുടെ വിശിഷ്ട വിഭവമായ നെയ്പ്പത്തലിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 2 കപ്പ് പുഴുങ്ങലരി. ഇത് റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന അരിയാണ് കേട്ടോ. ഈ അരി നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം 4 മണിക്കൂർ കുതിർത്ത് വെള്ളം വാരാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇതിലേക്കായിട്ട് ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 8 10 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ചതുക്കി എടുത്താൽ മതി. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഈ മിക്സിയുടെ ജാറിൽ തന്നെയാണ് ഇനി അരി അരച്ചെടുക്കുന്നത്. അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്നതാണ് നല്ലത്. എത്രത്തോളം വെള്ളം ചേർത്തോ അത്രത്തോളം പൊടി ചേർക്കേണ്ടതായിട്ട് വരും, അരിപ്പൊടി. അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. വല്ലാതെ നൈസായിട്ട് അരച്ചെടുക്കൊന്നും വേണ്ട. തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കുമല്ലോ, അങ്ങനെ അരച്ചെടുത്താൽ മതി. ഇതിലേക്കായിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് തവണകളായി ചേർത്ത് കുറേശ്ശെ ചേർത്ത് ഉരുട്ടിയെടുക്കേണ്ട പാകത്തിലേക്ക് മാറി കിട്ടിയാൽ ഇതിലേക്കായിട്ട് നമ്മൾ ചതുക്കി മാറ്റി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂണിലും താഴെയായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായി കുഴച്ച് ഉരുട്ടി ഓരോ ബോൾസ് ആക്കി മാറ്റി വെക്കുക. ഈ പലഹാരത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് അരി സോക്ക് ചെയ്യണ സമയം ഒഴികെ മാറി എവിടെയും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നില്ല. അരച്ചെടുത്ത ഉടനെ തന്നെ കുഴച്ചെടുത്ത് ചുട്ടെടുക്കുകയാണ്. ഇത് വീർത്ത് വരുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അതും ചേർക്കുന്നില്ല. അങ്ങനെ നന്നായി ഉരുട്ടി ബോൾസ് ആക്കിയതിന് ശേഷം കൈവെള്ളയിൽ വെച്ച് പരത്തിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് നല്ലത്. അതിന് കഴിയില്ല എങ്കിൽ പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിൽ ഷീറ്റിൻ്റെ മറ്റേ ഭാഗം കൊണ്ട് അമർത്തി നമ്മളെ കൈ കൊണ്ടിൻ്റെ ഉൾഭാഗം കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് റൗണ്ടിലായിട്ട് കിട്ടും. അത് എടുത്ത് നേരെ നന്നായി ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. മുമ്പ് ഞാൻ പറഞ്ഞു ഇതിൽ കുഴച്ചെടുക്കാന്നുള്ളത്. കുഴച്ചെടുക്കാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ. രണ്ടും തമ്മിൽ അരച്ചെടുത്ത മാവും പൊടിയും കൂട്ടി ഒന്ന് മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ ഇതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. മധുരമുള്ള എന്ത് പലഹാരം ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് മനസ്സിലൊരു ശങ്കയാണ്, വീട്ടിൽ ഷുഗർ കഴിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈ നെയ്പ്പത്തിൽ പോലുള്ള പലഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു ശങ്ക വേണ്ട. എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. നമ്മൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊങ്ങി വരുന്നത് കണ്ടിട്ടില്ലേ, നന്നായി വീർത്ത് വരുന്നുണ്ട് കേട്ടോ. ഇത് തന്നെ കഴിക്കാനും നല്ല സ്വാദാണ്. എങ്കിലും ഒരു സൈഡായിട്ട് ബീഫ് വരട്ടിയതോ ചിക്കൻ മസാലയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഉഷാറായിരുന്നു. മറ്റൊരു ശങ്ക എന്താണെന്ന് ചോദിച്ചാൽ, ഇത് എണ്ണയിലല്ലേ പൊരിച്ചെടുക്കുന്നത്, അപ്പോൾ നന്നായി എണ്ണ കുടിക്കൂലേ എന്നതായിരിക്കും. അതിനും പേടിക്കണ്ട. എണ്ണ ഒന്നും ഒട്ടും കുടിക്കാത്തൊരു പലഹാരമാണിത്. നമ്മളിത് ചുട്ടെടുത്തതിന് ശേഷം കയ്യിൽ പിടിച്ച് കഴിക്കുകയാണെങ്കിൽ കൈമ അത്ര ഒരു അധികം എന്താ പറയുക, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഒരു എണ്ണമയം ഉണ്ടാവുകയുള്ളൂ കേട്ടോ. പിന്നെ ചെറിയൊരു കുടുംബത്തിലേക്കാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ 2 കപ്പ് അരിയുടെ ആവശ്യം വരുന്നില്ല കേട്ടോ. 1 കപ്പ് അരി തന്നെ ധാരാളമാണ്. 2 കപ്പ് അരിയിലേക്കാണ് 1 മുറി തേങ്ങ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1 കപ്പാണ് അരി എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി മതിയായിരിക്കും തേങ്ങ. ഈ പലഹാരം ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.